ഹായ് ഗായ്സ്, എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. ഇപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ചോറൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ കിട്ടുവിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാമെന്ന്. അത് കേൾക്കേണ്ട താമസം ഞാൻ ചാടി പുറപ്പെട്ടു. എന്നിട്ട് പറഞ്ഞിട്ട് കിട്ടുവൻ അങ്ങ് മടിച്ചു, നമുക്ക് നാളെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട കിട്ടു, ഇന്ന് തന്നെ പുൽക്കൂട് കിട്ടണം, നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ചോറൊക്കെ കഴിച്ചിട്ട് കിട്ടു പുൽക്കൂട് കിട്ടേണ്ട പ്രിപ്പറേഷൻസിലാണ്. പിന്നെ അതിന് നമുക്ക് സ്റ്റാറും കിട്ടണം. അങ്ങനെ ഞാൻ വിചാരിച്ചു നമ്മളൊരു ക്രിസ്മസ് പ്രിപ്പറേഷൻ വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. ഞാൻ അതിനുവേണ്ടി റെഡി ആയതാണ് ഗൈസ്, കണ്ടു നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. അതുപോലെ എൻ്റെ തൊണ്ട നല്ല അടപ്പുണ്ട്. ഏകദേശം ഒരാഴ്ചയായി തൊണ്ട അടിച്ചിട്ട് ഇതുവരെ ഓക്കെ ആയിട്ടില്ല. അപ്പോൾ എൻ്റെ ശബ്ദത്തിൽ കുറച്ച് വ്യത്യാസം കാണും, നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാനങ്ങനെ മുറ്റത്തോട്ട് ഇറങ്ങി. ഇതാ നമ്മൾ ഈ കാണുന്ന ഈ സ്ഥലത്താണ് പുൽക്കൂട് വയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇവിടെ പണ്ട് മറ്റേ പുൽക്കൂട് വച്ചതിൻ്റെ ഒരു സാധനമുണ്ട്, ഒരു കൂട് പോലത്തെ സാധനമുണ്ട്. അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്താൽ പുൽക്കൂടാവും. കിട്ടു ഡെക്കറേഷൻകാരനാണല്ലോ, അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കിട്ടു ഡെക്കറേഷൻകാരനാണെന്ന് പറഞ്ഞത് കൊണ്ട് കിട്ടുമായിട്ടൊന്ന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് കണ്ടോ, നല്ല അടിപൊളി വെയിലൊക്കെ ഉണ്ട്, നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇവിടെയാണ് നമ്മൾ വെക്കുന്നത്. ഇവിടെ നിന്ന് ചെടിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ആ സാധനം. അതായത് മുൻപ് ഇതിലാണ് ഇവിടെ പുൽക്കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് എന്താണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഈ സാധനമൊക്കെ എടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെയും കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിൽ കുറേ ചെടികളുണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സ്വന്തം ചെടികളാണ്, നമ്മുടെ അച്ഛൻ നട്ടു വളർത്തുന്ന ചെടികളാണ്. അങ്ങനെ സെറ്റ് ചെയ്ത സ്ഥലത്തോട്ട് നമ്മുടെ ആ പുൽക്കൂടിൻ്റെ ആ ഒരു ബേസ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അവിടെ കൂടെയൊക്കെ നോക്കിയൊക്കെ നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട്. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റും, അതായത് നമ്മുടെ പുൽക്കൂടിൻ്റെ ആ സാധനം വച്ചതിൻ്റെ ചുറ്റും മണ്ണിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ബാഡൂസ് ഉറങ്ങി എണീറ്റ് വന്നിട്ടുണ്ട്. ഡാഡുവിൻ്റെ ഓരോരോ വികൃതികൾ. അങ്ങനെ ഇതാക്കിയിട്ടു. അവിടെ ഫുള്ളും മണ്ണിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. താൽക്കാലികമായിട്ട് നമ്മൾ ആ പുൽക്കൂട് അതിൻ്റെ ബേസ് ഉണ്ടല്ലോ, അതിനെടുത്ത് താഴോട്ട് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും മണ്ണുകൊണ്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ടേ. അങ്ങനെ അതും റെഡിയാക്കിയിട്ട് നമ്മുടെ ആ സാധനം കൂടെ എടുത്ത് അതിന് ഫ്രണ്ടിൽ വെച്ചായിരുന്നു. ഇനി അതിൻ്റെ ചുറ്റും തിനയിട്ട് പൊടിപ്പിക്കാം എന്നാണ് കിട്ടു പറഞ്ഞത്. എനിക്കിതൊക്കെ ആദ്യത്തെ എക്സ്പീരിയൻസാണ്. ഞാൻ ഇതുവരെ എൻ്റെ സ്വന്തം വീട്ടിൽ പുൽക്കൂട് വെച്ചിട്ടില്ല. ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഇങ്ങനെ പുൽക്കൂട് വയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയേ ഇല്ല. അപ്പോൾ അത് ഇത്രയും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. അങ്ങനെ പുൽക്കൂടിൻ്റെ ഒരു പകുതി ഭാഗം ജോലി കഴിഞ്ഞു. ഇനി നമുക്കിതിൽ വൈക്കോല് വാങ്ങിക്കണം, ഇടണം, കെട്ടണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. ഇത് ഒരു ദിവസം കൊണ്ട് തീരുവില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. കാരണം നമ്മളൊന്നും പ്രിപ്പയർ ചെയ്യാതെയാണല്ലോ ഇതിപ്പോൾ ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ കടയിൽ പോയി വൈക്കോലൊക്കെ വാങ്ങി ഒന്ന് സെറ്റ് ചെയ്യണം. ഒരു 1-2 ദിവസം എടുക്കുമായിരിക്കും. നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ സംഭവം ഇത്രയേ ഉള്ളൂ, ബാക്കി ഞാൻ വഴിയെ കാണിച്ചു തരാവേ. അങ്ങനെ പിറ്റേ ദിവസം രാത്രി ആയപ്പോഴത്തേക്കും പോയിട്ട് വന്നപ്പോൾ ഈ തിന വാങ്ങിയിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ടൈമാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ തിനയൊക്കെ അതിൻ്റെ ചുറ്റും അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനി പൊടിച്ച് നല്ല പച്ചപ്പുള്ളൊരു പുല്ലായിട്ട് വരും. അങ്ങനെ തിനയൊക്കെ വിതറിന് ശേഷം അതിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴത്തേക്കും കല്യാണി അവൾ വെള്ളം ഒഴിക്കാമെന്നും പറഞ്ഞു വന്നു. ഇതിങ്ങനെ ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം കൂടെ അങ്ങ് ഒലിച്ചു പോകും. അതിനെക്കാട്ടും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. അങ്ങനെ കല്യാണി വെള്ളം തളിച്ചു കൊടുത്തു. അപ്പം നന്ദൂട്ടനും കൂടെ വന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ മത്സരിച്ച് നമ്മുടെ തിനയ്ക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം വെറുതെ ഷോ കാണിക്കാൻ വേണ്ടി ഒരാവശ്യകതയില്ല ഞാൻ അവിടെ കയറിയിരുന്നു. എന്തിനാണ് ഞാനിവിടെ വന്നിരുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് തിനയിട്ടു. ആ പരിപാടിയും കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഉറക്കമില്ലാത്ത ഡാഡ് വന്നായിരുന്നു. അങ്ങനെ അവനൊക്കെ കണ്ട് ആസ്വദിച്ച് എല്ലാവരും കൂടെ കിടക്കാൻ വേണ്ടി പോയി. അപ്പോൾ അന്നത്തെ പരിപാടിയും തീർന്നു. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ തിനയിട്ടു. 2 ദിവസത്തിനുള്ളിൽ അത് പൊടിച്ച് വരും. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ, നമുക്ക് പുൽക്കൂട് കെട്ടാൻ പുല്ല് വേണമല്ലോ. നമ്മൾ കടയിൽ നല്ല പുല്ല് വാങ്ങിക്കാൻ പോകുന്നത്. നമ്മളെപ്പോഴും വ്യത്യസ്തത തേടിപ്പോണം. അതുകൊണ്ട് ഇവിടെ വീടിൻ്റെ അടുത്തൊരു പാറയുണ്ട്. ആ പാറയിൽ നിറയെ പുല്ലുണ്ട്. നമ്മൾ ആ പുല്ല് വെച്ചാണ് പുൽക്കൂട് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഞാനും കിട്ടും കൂടെ ഇപ്പോൾ പുല്ല് പറിക്കാൻ പോവുകയാണ്. തൊട്ടടുത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഷോ കാണിക്കാനാണ് ലിപ്സ്റ്റിക് ഇട്ട് ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി പാറയിൽ പോയിട്ട് കാണാം. നമ്മൾ പുല്ല് പറിക്കാൻ വേണ്ടി പാറയിലോട്ട് പോകുന്ന വീഡിയോ ഞാൻ പാറയുടെ വീഡിയോ ഇട്ട കൂട്ടത്തിൽ കാണിച്ചായിരുന്നു. അപ്പോൾ അതിന് വീണ്ടും എടുത്ത് നിങ്ങളെ വെറുപ്പിക്കേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പുല്ല് പറിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെ ഡേ ബൈ ഡേ നമ്മളിട്ട് ആ തിന പൊടിച്ച് ഇങ്ങനെ പുല്ലായിട്ട് മാറാൻ തുടങ്ങി. അതിനുശേഷം വന്നിട്ട് ഒരു സൺഡേ, അതായത് ഇതിട്ട് കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുൽക്കൂട് കെട്ടിയത്.
അങ്ങനെ പുൽക്കൂടിൻ്റെ പരിപാടികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഒരുപാട് ദിവസം എടുത്ത് കഴിഞ്ഞൊരു പരിപാടിയാണ്. എന്ന് വെച്ചാൽ കിട്ടുന്ന വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഡിസംബർ 3-ാം തീയതിയാണ് നമ്മൾ ഇതിനുള്ള പരിപാടി തുടങ്ങിയത്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഡിസംബർ 23-ാം തീയതി ആയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ പുൽക്കൂട് സെറ്റ് ചെയ്ത് അവിടെ വച്ചായിരുന്നു. അപ്പോഴേക്കും ചെറിയൊരു മഴയും ചാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വൈബിൽ നമ്മൾ പുൽക്കൂട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് സ്റ്റാർ ഇടുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ സ്റ്റാർ. അങ്ങനെ കിട്ടും. സ്റ്റാറും കൂടെ അന്ന് തന്നെ സെറ്റ് ചെയ്തിരുന്നു. കിട്ടില്ല സ്റ്റാറിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ സ്റ്റാർ. അങ്ങനെ അതിന് ശേഷം ഇത് വേറൊരു ദിവസമാണ്. ഇനി നമ്മുടെ പുൽക്കൂടിൻ്റെ അകത്ത് ആൾക്കാരെയൊക്കെ വയ്ക്കുന്ന പരിപാടിയാണ് നെക്സ്റ്റ് നടക്കുന്നത്. ഇത് എന്തൊക്കെയോ ഓർഡറുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ നമുക്കതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ കൈ കിട്ടിയതൊക്കെ അവിടെ എടുത്ത് വെച്ചു. അതാണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം വേണ്ട ആൾക്കാരെയൊക്കെ പുൽക്കൂടിൻ്റെ അകത്ത് വെച്ചിട്ട് ഇനി നമ്മുടെ മെയിൻ ആളായ മാലാഖയാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാലാഖയും പുൽക്കൂടിൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ട്. കണ്ടോ, ആൾക്കാർ മാലാഖയൊക്കെ നിറഞ്ഞൊരു കിടിലം പുൽക്കൂട്. പിന്നെ അതിൻ്റെ അകത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ ഗിളിഗിളി സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കിട്ടുന്ന കടയിലുള്ള സാധനങ്ങളാണ്. അങ്ങനെ അതൊക്കെ വെച്ച് നമ്മൾ പുൽക്കൂടിൻ്റെ അകത്തെ പരിപാടികളും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഉണ്ണിയേശു മാത്രം ഒറ്റയ്ക്കിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഉണ്ണിയേശുവിനെയും കൂടെ എടുത്ത് പുൽക്കൂടിൻ്റെ അകത്ത് വെച്ചു. നമ്മൾ 25-ാം തീയതി വെയിറ്റ് ചെയ്തില്ല, ആദ്യമേ തന്നെ യേശുവിനെയും കൂടെ പുൽക്കൂടിൻ്റെ അകത്ത് വെച്ച് ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതൊരു 1.5 ഡേ ആയിരുന്നു ഗൈസ്. ഞാൻ ഈ കഥ വഴിയെ പറഞ്ഞു തരാം. നമ്മൾ സ്റ്റുഡിയോയിലോട്ടാണ് പോയത്. പോത്തങ്കോട് സ്റ്റുഡിയോയിലാണ് പോയത്. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ക്രിസ്മസ് ആയതുകൊണ്ട്. അല്ലെങ്കിലും കളക്ഷൻ ഉണ്ടല്ലോ സ്റ്റുഡിയോയിൽ. അങ്ങനെ അവിടെ പോയി നമ്മൾ ഡ്രസ്സൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഡാഡൂസിനുള്ള ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് അവനുള്ള കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളിത് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്ത് ഈ കാണുന്ന ഒരു ഡ്രസ്സാണ് അവന് വേണ്ടി എടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ എനിക്കെടുക്കാൻ വേണ്ടി പോയി. കിട്ടും, എനിക്ക് എപ്പോഴും നല്ല ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരാറുണ്ട്. അങ്ങനെ നമ്മൾ നോക്കി ലാസ്റ്റ് ഞാൻ ഈ കാണുന്ന ഡ്രസ്സാണ് എടുത്തത്. പിന്നെ ഒരു ജീൻസ് കൂടെ എടുത്തായിരുന്നു, അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഇങ്ങനെ നെയിൽ പോളിഷൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ കിട്ടും പരീക്ഷിച്ച് ട്രയൽ നോക്കി എൻ്റെ കയ്യിൽ ഒരു അത്തപ്പൂക്കളം തന്നെ തീർത്തു. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് ബില്ലൊക്കെ ചെയ്ത് പുറത്തോട്ട് ഇറങ്ങിയിട്ട് നെടുമങ്ങാടെത്തി. അങ്ങനെ വേറൊരു കടയിൽ പോയി ക്രിസ്മസിനുള്ള കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങളും ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങിക്കാൻ പോയ വഴിക്കാണ് ഗൈസ് എനിക്ക് പെട്ടെന്ന് വയ്യാതായത്. പെട്ടെന്ന് എനിക്കൊരു തലകറക്കവും ഛർദിലും ഗ്യാസും ശ്വാസം മുട്ടലും എല്ലാം കൂടെ കലർന്നൊരു അസുഖം വന്നു. അങ്ങനെ നിൽക്കാൻ പറ്റാതെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ പോയപ്പോൾ എനിക്ക് ഷുഗറൊക്കെ കുറഞ്ഞു. അങ്ങനെ ട്രിപ്പൊക്കെ ഇട്ട് എന്നെ അവിടെ കിടത്തി. രാത്രിയും വയ്യാതായി. ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ആ ഡേ ഫുൾ ഫ്ലോപ്പായിപ്പോയി. പിന്നെ പിറ്റേ ദിവസമായി. ഇതുവരെ എൻ്റെ അസ്വസ്ഥതകൾ മാറിയിട്ടില്ല. ഇവിടെ എല്ലാവരും കൂടെ ക്രിസ്മസ് ആഘോഷം ഇപ്പോഴേ തുടങ്ങി. തൊപ്പിയൊക്കെ വെച്ച് ബലൂണൊക്കെ വിർപ്പിച്ച്. ഇത് നമ്മുടെ സ്റ്റാറിൻ്റെ നൈറ്റുള്ള ലുക്കാണ്. അതായത് ഡിസംബർ 23-ാം തീയതിയുള്ള വീഡിയോ ഞാനിപ്പോൾ കാണിക്കുന്നത്. സ്റ്റാറൊക്കെ നന്നായിട്ട് മിന്നിത്തിളങ്ങുന്നുണ്ട്. പിന്നെ നമ്മുടെ പുൽക്കൂടിൻ്റെ രാത്രിയുള്ള ലുക്ക് ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ രാത്രിയുള്ള ലുക്ക്. ലൈറ്റൊക്കെ ഇട്ടപ്പോൾ കുറച്ചുകൂടെ നല്ല രസമായി. നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ അതേ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ട്രീ വാങ്ങാൻ പോയ വഴിക്കാണ് ഗായ്സ് ഞാൻ അവശനിലയിലായത്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിൽ ഇതുവരെ പുൽക്കൂട് വെച്ചിട്ടില്ല. സ്റ്റാറൊക്കെ ഇടും, നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കും, പക്ഷേ പുൽക്കൂട് സ്വന്തമായിട്ട് നമ്മളെ വീട്ടിൽ വെച്ചിട്ടില്ല. ഇവിടെ വന്നിട്ട് ഞാൻ ഇപ്പോൾ 3 വർഷമാവാറായി. അപ്പോൾ ഫസ്റ്റ് ക്രിസ്മസിന് കിട്ടും മലപ്പുറത്തായിരുന്നു വർക്കിൻ്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് കിട്ടും ഇവിടെ പുൽക്കൂട് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ കഴിഞ്ഞ ക്രിസ്മസ് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് എൻ്റെ വീട്ടിൽ വരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോഴാണ് ഇവിടെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ നന്നായിട്ട് നടത്തുന്നത്. ഇതേ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് പുൽക്കൂട് സെറ്റ് ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. അതുകൂടാതെ ഡാഡുവിൻ്റെ ഫസ്റ്റത്തെ ക്രിസ്മസും കൂടെ ആണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവരെല്ലാം കൂടെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ഇപ്പം കാണാം. ഒരു ഗസ്റ്റ് ഉണ്ട്. ആ ഗസ്റ്റ് ഓൺ ദ വേ ആണ് ഗൈസ്. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ക്രിസ്മസ് പാർട്ടിയാണ് വരുന്നത്. മുത്തേ 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 പൊന്നോമനെ നിന്നെ കാണാൻ കൊതിച്ചൊരു നാളിൽ മഞ്ഞു പെയ്യുന്ന താഴ്വരയിൽ ജീവന്റെ കളിയാട്ടമായി. മുത്തേ 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 അങ്ങനെ കരോളൊക്കെ വന്ന് നമ്മൾ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ കളറാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ക്രിസ്മസ് അപ്പോൾ മുഖംമൂടിയൊക്കെ മാറ്റി ഫേസ് റിവീൽ ചെയ്തിട്ടാണ് ഗൈസ് നമ്മൾ പറഞ്ഞു വിട്ടത്.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് പ്രിപ്പറേഷൻ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് എനിക്ക് ചെറിയൊരു അസുഖമൊക്കെ ആയി, എന്തൊക്കെയോ പറ്റി, ചിലർ ഡൗൺ ആയി പോയായിരുന്നു. ഇപ്പം ഓക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ക്രിസ്മസ് വിശേഷങ്ങളാണ്. അതൊക്കെ ഞാൻ വഴിയെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ക്രിസ്മസ് ആയിരിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് എൻ്റെ വക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്രിസ്മസ് വ്ലോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ.